എല്ലാ മന്ത്രങ്ങളും നമ്മൾ പ്രയോഗിക്കുന്നതിന് മുൻപ് ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കണം, നന്നായി പഠിക്കുക. ഓക്കെ, നന്നായി നിങ്ങൾ പഠിക്കാതെ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. പടച്ചവൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് നിങ്ങൾ പഠിക്കാതെ ഒന്നും ഇറക്കി തരില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നന്നായി പഠിക്കുക, മനസ്സുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പഠിച്ചിട്ട് നിങ്ങൾ അള്ളാഹിനോട് ദ്വാരക്കാം. മറന്നു പോകല്ലേ പടച്ചോനെ. പല കുട്ടികളും നന്നായി പഠിക്കും, പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് എക്സാം ഹാളിലേക്ക് എത്തുമ്പോഴേക്കും മറന്നു പോകും, അല്ലെങ്കിൽ പഠിച്ചിട്ടിങ്ങനെ തലയിലിരിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ പല കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ചെറിയ മക്കളെ, അതായത് വലിയ കുട്ടികളല്ല, ചെറിയ കുട്ടികളെ സന്ധ്യാസമയത്ത് നിങ്ങൾ പുറത്തിറക്കരുതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ട് കാരണവന്മാരൊക്കെ പറയും, മോളെ സന്ധ്യയായി പിള്ളേനെ അകത്ത് കയറ്റ്, ഒന്ന് പോയേ അമ്മടുന്ന്. നമ്മളെങ്ങനെയാണ് പറയാം അല്ലേ? മഗ്‌രിബിൻ്റെ സമയത്ത്, സന്ധ്യാസമയത്ത് കുഞ്ഞു മക്കളെ പുറത്തിറക്കരുത്, ആ സമയത്ത് പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ എന്ത് പറ്റും? അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മറവി ബാധിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ എന്ത് പഠിച്ചാലും മറന്നു പോകുന്നതിന് ചെറിയ കുട്ടികളാണെങ്കിൽ ഇത് ഒരു കാരണമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ നല്ല ഓർമ്മ കിട്ടാൻ, നല്ല ഗ്രാസ്പിംഗ് പവർ, പഠിച്ചതിങ്ങനെ നന്നായി ഗ്രാസ്പ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതിൽ ചെറിയ കുട്ടികളുടെ വിഷയം മാത്രമല്ല, ഇനിയിപ്പോൾ നമുക്കും കുറേ കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടല്ലോ, അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ, അതിപ്പോൾ നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻസ് ആണെങ്കിൽ തന്നെയും പഠിക്കുന്ന സമയത്ത് ആ ഒരു പ്രഭാതത്തോടടുത്ത സമയത്തൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. അതും വുളൂ ചെയ്ത് പഠിക്കുക. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വുളൂ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ കിട്ടും, നല്ല മെമ്മറി കിട്ടും, നല്ല ഹൃദയത്തിലേക്ക് നിങ്ങൾക്കതിങ്ങനെ ചേർത്ത് വെക്കാൻ പറ്റുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ചില ആളുകൾക്ക് പരാതിയുണ്ട്, ഞങ്ങൾ എത്ര പഠിച്ചാലും തലയിലിരിക്കുന്നില്ല. അവർക്ക് മഹാന്മാരായ സ്വാലിഹീങ്ങൾ ചെറിയ മന്ത്രങ്ങളും പൊടിക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ നല്ല ശുദ്ധമായ തേനെടുക്കുക. ശുദ്ധമായ തേനിൽ 786 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മന്ത്രിക്കുക. അത് 786 തവണ ചൊല്ലിയിട്ട് വേറെ ഇടയിലൊന്നും സംസാരിക്കാതെ മൊത്തം ചൊല്ലിയിട്ട് മന്ത്രിച്ചാലും മതി. ആ 786 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിൽ മന്ത്രിച്ചു വെക്കുക. അതോടൊപ്പം സൂറത്ത് അലം നശ്റഹ് അല്ലേ, സൂറത്തുൽ ഇൻശിറാഹ്, അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. سبحان الله. ഈ സുന്ദരമായ സൂറത്ത് 7 തവണ ഓതിയിട്ട് അതുകൂടെ അതിലേക്ക് മന്ത്രിക്കുക. അങ്ങനെ ഈ തേനെടുത്ത് വെക്കുക. എന്നും പ്രഭാത സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കുഞ്ഞിന് കൊടുക്കുക. പതിവായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് അത് കൊടുക്കുക. അത് എത്ര വലിയ കുട്ടിയാണെങ്കിലും പ്രോബ്ലം ഇല്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്നും മന്ത്രിക്കേണ്ട, ഒരു തവണ ഇങ്ങനെ മന്ത്രിച്ച് വെച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്ന ദിവസമൊക്കെ ഒരു 1/2 ടീസ്പൂൺ ഇങ്ങനെ കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്ന് സ്വാലിഹീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പഠിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിങ്ങനെ പടച്ചോനെ എൻ്റെ ഓർമ്മയിൽ ഇത് നിൽക്കണേ അല്ല എന്നുള്ള ബോധ്യത്തിൽ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് കയ്യിൽ മന്ത്രിക്കാം. കയ്യിൽ മന്ത്രിച്ചിട്ട് നിങ്ങളുടെ മുഖത്തും അതുപോലെ ഹൃദയത്തിൻ്റെ ഭാഗത്തൊക്കെ തടവി കൊടുക്കുക. അലം നശ്റഹ് സൂറത്ത് നല്ല ഓർമ്മശക്തി ലഭിക്കാൻ, നല്ല ഗ്രാസ്പിംഗ് പവർ ലഭിക്കാനായിട്ട് വലിയ കാരണമാണ് എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊരു വിഷയം, അതായത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും എന്തുകൊണ്ട് അധികം മറവി വരുന്നു എന്നാണ്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടമുള്ള വലിയ മഹാനാണ്. ഇമാം ഷാഫി തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. അവിടുത്തെ ഉസ്താദിനോട് കുട്ടിയായിരിക്കുമ്പോൾ പോയി ചോദിക്കുന്ന ഒരു സങ്കടമുണ്ട്. ഉസ്താദ് അവറുകളെ, എത്ര പഠിച്ചാലും മറന്നു പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മറന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? അതൊരു ബൈറ്റ്സാക്കി പാടിത്തരുന്നുണ്ട്. ഷാഫി മാമ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി فأرشدني إلى ترك المعاصي وقال العلم نور الله حقا ونور الله لا يعطى لعاصي. എന്താ പറഞ്ഞത്? ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി. എനിക്കിങ്ങനെ മറവി വരുന്നുണ്ട്. ചെറുപ്പത്തിലാണ് ഈ മരുന്ന് കറക്റ്റാക്കിയത് കൊണ്ട് 10 ലക്ഷത്തോളം ഹദീദാ ആ മെമ്മറിയിൽ കയറിയത്. അത്ര ഗ്രാസ്പിംഗ് പവർ കിട്ടി. അതെന്താ മരുന്ന്? അതാണ് ചോദിക്കണം ഉസ്താദിനോട്.
ഷക്കൗതു ഇലാ വക്കീഇൻ സുഹൈഫ്ലി, എനിക്ക് മറവി രോഗമുണ്ട് ഉസ്താദെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഫഅർശദനി ഇലാ തർക്കിൽ മആസി, മോനെ പാപങ്ങൾ ചെയ്യല്ലടാ, തെറ്റ് ചെയ്യല്ലേ, തെറ്റ് ചെയ്തെന്ത് പറ്റും? വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ, ഈ അറിവുണ്ടല്ലോ അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ സയൻസ് ആകട്ടെ സോഷ്യൽ ആകട്ടെ വാട്ടെവർ, ഈ ഇൽമൊക്കെ അള്ളാഹിൻ്റെ ഇൽമാണ്, അത് നൂറാണ്. അത് ഹൈറായ നിലക്ക് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള നൂറാണ്. വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, പാപികൾക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം കിട്ടൂല കേട്ടോ മോനെ, പാപികൾക്ക് കിട്ടൂല. അപ്പം എന്ത് ചെയ്യണം? പാപം ചെയ്യരുത്. പാപം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ല മെമ്മറി പവർ ഉണ്ടാകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കിയാൽ വലിയ വലിയ മഹാരഥന്മാരായ സ്വാലിഹീങ്ങൾ, എത്രയെത്ര മഹാന്മാർ പ്രായം എത്രയോ അധികരിച്ചിട്ടും അവരുടെ മെമ്മറി പവർ നഷ്ടപ്പെട്ടിട്ടില്ല. എന്തേ? പാപങ്ങൾ കുറഞ്ഞു പോയതുകൊണ്ടാണ്. നമുക്ക് വലിയ പ്രായം എത്തുന്നതിന് മുമ്പ് പതിയെ പതിയെ മറവി രോഗം സംഭവിക്കുകയാണ്. എന്താ കാരണം? പാപങ്ങൾ കൂടുന്നത് കൊണ്ടാണ്. അതാണ് വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസി, വനൂറുല്ലാഹ്, അള്ളാൻ്റെ പ്രകാശം എങ്ങനെയാണ് പാപികൾക്ക് കിട്ടുക എന്നാണ്. അള്ളാഹുവെ നന്മ ചെയ്യുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പോൾ ഈ ഫോണിലൂടെ ഹറാം ഇങ്ങനെ കാണാം. നമ്മുടെ കുട്ടികളും നിരന്തരം ഇന്നിപ്പോൾ വ്ളോഗുകൾ കാണാം, ഹറാമായ വ്ളോഗുകൾ, ഹറാമായ അതുപോലെ തന്നെ സിനിമകൾ, മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ കുട്ടികൾ അഡിക്റ്റഡ് ആണെങ്കിൽ ആ കുഞ്ഞ് എത്ര പഠിച്ചാലും അവന് തലയിലത് ഗ്രാസ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എന്താ? നൂറുല്ലാ, അള്ളാൻ്റെ ഇൽമ്, അള്ളാൻ്റെ പ്രകാശം പാപികളിലേക്ക് കിട്ടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മഹാനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കാണാണ്. അവൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ ഹറാമിലേക്ക് തന്നെ നോക്കുക, മനഃപൂർവ്വം നോക്കുക, അവളിങ്ങനെ കമൻ്റ് അടിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തൻദുറു ഇല ഹറാം, അവനെ നീ ഹറാമിലേക്ക് നോക്കുകയാണല്ലേ, വല്ലാഹി ലതജിദന്ന ഗിബ്ബഹാ വഉഖൂബതഹാ വലൗ ബഅദ ഹീൻ, ഇപ്പം അനുഭവിച്ചില്ലെങ്കിലും പിന്നീട് അതിൻ്റെ പണി നിനക്ക് കിട്ടും കേട്ടോ. ഇത് ഈ മഹാൻ പറഞ്ഞു പോകുന്നത് ആ മനുഷ്യൻ കേൾക്കുന്നുണ്ട്, പക്ഷേ മൈൻഡ് ചെയ്തില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ തൗബ ചെയ്തില്ല ഈ പാപത്തെക്കുറിച്ച്. 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുന്നുണ്ട്, അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഫനസീത്തുൽ ഖുർആൻ ബഅദ 40 സന, 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു വെച്ച ഖുർആൻ ഹിഫ്ള് ചെയ്തത് മുഴുവൻ ഞാനങ്ങ് മറന്നുപോയി എന്നാണ്. പടച്ചവനെ, നമ്മൾ അറിഞ്ഞു അറിയാതെയൊക്കെ ചെയ്തു പോണ എത്ര പാപങ്ങളുണ്ട്, എത്ര എണ്ണത്തിന് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്. നമ്മൾ പാപങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ മറവി നമ്മെ പിന്തുടരും. അത് നമ്മുടെ കുട്ടികളിങ്ങനെ ഹറാമുകൾ കാണുന്നവരാണ് എപ്പോഴും, അവർക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ കിട്ടൂല, അവരൊന്നാമത് വരില്ല, അവർക്ക് പല പ്രയാസങ്ങളും നേരിടേണ്ടി വരും എന്നാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ മക്കൾക്ക് തന്ന ആ ബുദ്ധിയെ നല്ല രീതിയിൽ ചിലവഴിക്കാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അവർ പഠിക്കട്ടെ. ആ പഠിക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായി നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, നല്ലതിൽ എൻഗേജ്ഡ് ആക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തേനിങ്ങനെ കൊടുക്കുക, അതുപോലെ മന്ത്രിക്കാനുള്ളത് മന്ത്രിക്കുക, എന്നിട്ട് വുളുവോടുകൂടെ ഇരുന്ന് പഠിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ വിജയം നൽകുമാറാകട്ടെ.